ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ ഈ പരിപാടിയുടെ കപ്പിത്താൻ ഒരാളുണ്ട്, ഞാൻ കൊടുക്കട്ടെ. സോറി, പറയൂ. പേര് മഹാബലിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഹേമ കമ്മീഷനിൽ വല്ലതും പെടുവോ? ഞാൻ നാട്ടിലോട്ട് പോകുന്നില്ല, പാതാളത്തിലോട്ടാ പോകുന്നത്. അപ്പൊ സേഫ് ആണ്. ഞാൻ നേരത്തെ അത് ഞാൻ പറഞ്ഞില്ല. സേഫ് ആണോ അല്ലോന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്കറിയില്ല. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൊള്ളാം. നമ്മുടെ ശരത്തേട്ടൻ എന്താ ചോദിക്കാനേ ഞാൻ ചോദിക്കാം. നമസ്കാരം. നമ്മളെ മാവേലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ആർക്കെങ്കിലും അറിയുമോന്ന് അറിയില്ല. പാതാളത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഏത് പാതാളത്തിലാണെന്ന് മാത്രം ഒരു സംശയം. ആ പാതാളത്തിന്റെ പേര് മുംബൈ ആണോ, ധാരാവി ആണോ, കേരളമാണോ, അമേരിക്കയാണോ, ജർമ്മനി ആണോ എന്ന് അറിയില്ല. കാരണം മാവേലി ഒരിക്കലും ഒരു സ്ഥലത്ത് ഉണ്ടാവാറില്ല എന്ന് ദൂരദർശൻ കേന്ദ്രം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മാവേലിക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. ചിലപ്പം ധാരാവി, ചിലപ്പോൾ നാട്, ചിലപ്പോൾ തിരുവനന്തപുരം, ചിലപ്പോൾ ഡൽഹി വരെ പോകും. അത്തച്ചമയം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അത്തത്തിന്റെ അന്ന് മാവേലിക്ക് അറിയോ അത് ഏത് സ്ഥലത്താണ് നടക്കുന്നത് എന്ന്? ഞാൻ ക്ലൂ പറഞ്ഞു. അത് എനിക്ക് പ്രിയപ്പെട്ട ചോദ്യമാണ്, കാരണം അത് എന്റെ സ്ഥലമാണ്. ആൻഡ് ഐ തിങ്ക് ഐ നോ മാവേലിക്കും അവിടെ ഒരു ഒറിജിൻ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏത് സ്ഥലത്താണ് അത്തച്ചമയം നടത്തുന്നത്? ശരി, എനിക്ക് പറ്റിപ്പോയതാണ് മാവേലിയുടെ ഒറിജിൻ. അങ്ങൾക്ക് അറിയോ എവിടെയാ? അത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചോട്ടെ പ്ലീസ്. അമ്മ പറയോ അതെങ്കിലും? തൃപ്പൂണിത്തുറ എന്റെ സ്ഥലമാണ്. അത്തച്ചമയം കണ്ടിട്ടില്ല ആരും? ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ അത്തച്ചമയം കാണാം. അത്തത്തിന്റെ അന്നാണ്, തൃപ്പൂണിത്തുറയിലെ ആഘോഷമാണത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത്തച്ചമയം പോലെ തന്നെ കേരളത്തിലെ ഓണത്തിന് പ്രത്യേകതയുള്ളൊരു സംഭവമാണ് പുലിക്കളി. അത് ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് പുലിക്കളി ഫേമസ് അറിയോ? യെസ്, ആദ്യ ചേട്ടനാണ്. തൃശ്ശൂർ. എക്സാക്ട്ലി, തൃശ്ശൂർ. മാവേലിയോട് ഒരു ചോദ്യം വിടാൻ, അല്ലെങ്കിൽ വാമനോടാവാ അല്ലേ? ഞാൻ കുറെ പറഞ്ഞു, വാമൻ പറയട്ടെ. അതെ, ഓണത്തിനോടനുബന്ധിച്ച് ഒരു ബോട്ട് റേസ്, ഒരു ഫേമസ് വള്ളംകളി നടക്കുന്നുണ്ട് നാട്ടില്. അത് ഏതാണ്? ആലപ്പുഴ. അതിനൊരു പേരുണ്ട്. നെഹ്റു ട്രോഫി. അല്ല. നെഹ്റു ട്രോഫി ആണോ? അല്ല. ആറന്മുള വള്ളംകളി. വെരി ഗുഡ്. സിമ ചേച്ചിയാണ് കേട്ടോ ഉത്തരം പറഞ്ഞത്. യെസ്. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം. ഓണത്തിന് കളിക്കുന്ന ഒരു ഫേമസ് ഡാൻസ് ഉണ്ട്. ഫേമസ് അല്ല, ഓണത്തിന് നമ്മൾ മെയിൻ ആയിട്ട് ഈ കലാരൂപം ഇല്ലാണ്ട് ഓണം ആഘോഷം ഇല്ല. ഏതാണത്? എക്സാക്ട്ലി, തിരുവാതിര കളി. അപ്പൊ തിരുവാതിര കളി ഇല്ലാണ്ട് നമ്മുടെ ഓണം പറ്റില്ലല്ലോ. ഇവിടെ നമ്മുടെ ചേച്ചിമാരും കുട്ടികളൊക്കെ സുന്ദരികളായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട് തിരുവാതിര കളിക്ക്. അപ്പൊ അത് നമുക്ക് കാണാം അല്ലേ മാവേലി? അപ്പൊ താങ്ക്സ് അഗൈൻ വാമനും. ഹാപ്പി ഓണം. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യുക. ഹാപ്പി ഓണം വൺസ് അഗൈൻ. താങ്ക് യു. ജസ്റ്റ് തിരുവാതിര കളി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്, നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ്. പക്ഷെ കപ്പിൾ ഓഫ് മന്ത്സ് എഗോ നമ്മുടെ കേരളത്തിൽ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നു അല്ലേ? നമ്മുടെ വയനാട് ഡിസാസ്റ്റർ. അതൊരു ഡെഡ്ലിയസ്റ്റ് ഡിസാസ്റ്റർ ആയിരുന്നു കേരളത്തിൽ. ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം, അവരുടെ വീട് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അവരെ ഓർക്കാണ്ട് ഇന്ന് ഈ ആഘോഷം തുടരുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒരു 30 seconds അവരെ ഓർക്കാൻ ഒരു സൈലൻസ്. ഐ റിക്വസ്റ്റ് യു ഓൾ ടു ബി സൈലന്റ് ഫോർ 30 seconds പ്ലീസ്. തിരുവാതിരക്കാരൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ?
തൃശൂർ പൂരം കാണാൻ. ഗണേശം പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ശ്രീഗണേശം
അടുത്ത ഓണത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ മിഴിവുള്ള ഓർമ്മകൾ ഉള്ളതാവട്ടെ ഈ ഓണം.